സോ ഹലോ എവരി വൺ, എല്ലാവർക്കും അഗ്രി ഗുരുവിന്റെ ഹയർ എഡ്യൂക്കേഷൻ അബ്രോഡ് സീരീസിലോട്ട് സ്വാഗതം. അഗ്രി ഗുരുവിന്റെ ഈ ഒരു സീരീസിന്റെ മെയിൻ ലക്ഷ്യം നമ്മുടെ BSc അഗ്രികൾച്ചർ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെ പെർസ്യൂ ചെയ്യാം, ഏതൊക്കെ കൺട്രീസ്, യൂണിവേഴ്സിറ്റീസ്, കോഴ്സസ് ഇതിനൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ റിക്വയർമെന്റ്സ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ ഉള്ളത്. ഇന്ന് നമ്മുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് അനൂപ മാം ആണ്. അനൂപ മാം അഗ്രികൾച്ചർ കഴിഞ്ഞ് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ഇൻ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോ കറന്റ്ലി യൂണിവേഴ്സിറ്റി ഓഫ് ബസീൽ സ്വിറ്റ്സർലാൻഡിൽ PhD ഇൻ അഗ്രോ എക്കോളജി ആൻഡ് പ്ലാന്റ് മൈക്രോബ് ഇന്ററാക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അനൂപ മാം, വെൽക്കം ടു ദ സെഷൻ. താങ്ക് യു ആതിര. മാം, അപ്പൊ മാം ആദ്യം മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? നാട്ടില് എവിടെയാണ്, ഇവിടെ ബാച്ചിലേഴ്സ് ഒക്കെ എവിടെയാണ് ചെയ്തത്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയോ? ഓക്കെ, സോ ഹലോ എവറി വൺ, എൻ്റെ പേര് അനൂപ. ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്താണ് പഠിച്ചതും വളർന്നതും ഒക്കെ. ഞാൻ സ്കൂൾ എല്ലാം ട്രിവാൻഡ്രത്ത് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ICRന്റെ എക്സാം എഴുതി എനിക്ക് ഓൾ ഇന്ത്യ സീറ്റ് കിട്ടിയത് ഹൈദരാബാദായിരുന്നു. സോ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തത് അന്ന് ഡോക്ടർ YSR ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. പിന്നെ സ്റ്റേറ്റ് ബൈഫർക്കേഷൻ കഴിഞ്ഞപ്പം അത് ശ്രീ കൊണ്ട ലക്ഷ്മൺ തെലങ്കാന സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരുന്നു മാറി. സോ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തത് ഹൈദരാബാദാണ്, ഹോർട്ടിക്കൾച്ചറിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻറ്റമോളജി ആയിരുന്നു എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ആദ്യം ഞാൻ എല്ലാവരെയും പോലെ MSc അതിനുള്ള എക്സാം പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അപ്പോഴാണ് ജർമ്മനിയിൽ ഇങ്ങനെ ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളതെന്ന് കേട്ടിട്ട് അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അവിടെയുള്ള കോഴ്സസ് എന്താണ് എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു മാസ്റ്റേഴ്സിന് വേണ്ടി. അങ്ങനെ ഞാൻ ജർമ്മനിയിലേക്ക് പോയതാണ്. ഓക്കെ മാം, അപ്പൊ മാം UG കഴിഞ്ഞിട്ട് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാച്ചിലേഴ്സ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ബാച്ചിലേഴ്സ് നമ്മൾ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ആലോചിച്ച് തുടങ്ങുമല്ലോ ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം. അപ്പം തേർഡ് ഇയറിൽ ഞാനിങ്ങനെ കുറച്ച് സീനിയേഴ്സ് ഒക്കെ പോയിരുന്നു ജർമ്മനിയിലോട്ട്. സോ അവരോടൊക്കെ ചോദിച്ചു. കുറച്ച് പേര് US പോയി. അപ്പം ഞാൻ ആ തേർഡ് ഇയർ ഇങ്ങനെ ഞാൻ ഏത് കൺട്രിയിലോട്ട് പോകണോ അതോ ഇന്ത്യയിൽ തന്നെ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലും ഇതിലും ഇരിക്കുമായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് റീസേർച്ചിൽ തന്നെ നിൽക്കാനായിരുന്നു ആഗ്രഹം. സോ എനിക്ക് പഠിക്കണം, കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ട് കുറച്ചും കൂടെ നോളജ് ഉണ്ടാക്കണം, പിന്നെ വേറൊരു എക്സ്പോഷറും വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ, ജർമ്മനിയിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ എന്തൊക്കെ കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നതെന്ന് ഞാൻ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ അതല്ലാണ്ട് കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്, ലൈക്ക് മാസ്റ്റേഴ്സ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെയൊക്കെ നമ്മളിങ്ങനെ ബേസിക്കലി ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനത്തെ പല പല വെബ്സൈറ്റ്സ് കണ്ടു. എന്നിട്ട് എനിക്ക് താല്പര്യമുള്ള കോഴ്സ് ഏരിയാസ് വാസ് എൻറ്റമോളജി. പക്ഷെ എൻറ്റമോളജി എന്ന് പറഞ്ഞൊരു ഡിഗ്രി യൂറോപ്പിൽ ഇല്ല, പത്തോളജി സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവില്ല. അതൊരു കമ്പൈൻഡ് കോഴ്സ് ആയിരിക്കും, പ്ലാന്റ് ഹെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രോപ്പ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ. സോ ഇങ്ങനെ BSc MSc ഒരു ബ്രോഡ് ടോപ്പിക്കിലായിരിക്കും മാസ്റ്റർ പ്രോഗ്രാംസ് മിക്കുള്ളതും ഉള്ളത്. പക്ഷെ നമ്മുടെ തീസിസ് വരുമ്പോൾ ഈ മാസ്റ്റേഴ്സിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം നമ്മൾ തീസിസ് ചെയ്യണം. അപ്പോൾ ആ തീസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏരിയയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. സോ ഞാൻ അതുകൊണ്ട് ജർമ്മനിയിലുള്ള അഗ്രികൾച്ചർ മാസ്റ്റർ പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് പിന്നെ ആ വെബ്സൈറ്റ്സിൽ പോകും. ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് അവിടെ എല്ലാ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും അവരുടെ കോഴ്സ് ഡിസ്ക്രിപ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ അവർ പറയും എപ്പോഴാണ് ഇൻടേക്ക്. ചില കോഴ്സസ് ഒക്കെ ഒക്ടോബർ ഇൻടേക്ക് ആണ്, ചില കോഴ്സസ് ഒക്കെ സ്പ്രിംഗ് ഇൻടേക്ക് ആണ്. അപ്പം അത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം കോഴ്സ് ഡീറ്റെയിൽസിന് വേണ്ടി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ചെല്ലണം. എന്നിട്ട് അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്.
ഇൻ ജനറൽ പറയുവാണെങ്കിൽ യൂറോപ്പ്, ഞാനിപ്പം യൂറോപ്പ് ചെയ്തോണ്ട് എനിക്ക് യൂറോപ്പിന്റെ മാത്രമേ അറിയുള്ളൂ. US വേറെ റിക്വയർമെന്റ്സ് ആണ്. പക്ഷെ ഇൻ ജനറൽ യൂറോപ്പിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മളുടെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഡിഗ്രി വേണം, ട്രാൻസ്ക്രിപ്റ്റ്സ് ഓഫ് മാർക്സ് വേണം, പിന്നെ ഒരു മോട്ടിവേഷൻ ലെറ്റർ വേണം. എന്തുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള ഒരു മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. പിന്നെ നമ്മുടെ 2 പ്രൊഫസേഴ്സ്, യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ പഠിപ്പിച്ച പ്രൊഫസേഴ്സോ ടീച്ചേഴ്സോ, അവരുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും വേണം. സോ 2 ഡിപ്പെൻഡ്സ് ഓൺ ദി യൂണിവേഴ്സിറ്റി. ചിലർക്ക് 3 ലെറ്റർ വേണം, ചിലർക്ക് 2 ലെറ്റർ. സോ പ്രൊഫസറിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് വേണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലാംഗ്വേജ്, നമ്മുടെ യൂറോപ്പ് ലാംഗ്വേജ് അവിടെ നമ്മളുടെ നേറ്റീവ് സംസാരിക്കില്ലല്ലോ. സോ ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്യണം. അപ്പം ഞാൻ എഴുതിയത് IELTS ആണ്. TOEFL അല്ലെങ്കിൽ IELTS, അത് ഡിപ്പെൻസ്, നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ എക്സാം എഴുതണം. പിന്നെ അതൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഒരു ക്രൈറ്റീരിയ ആണ്. അതിലെല്ലാം ടോപ്പ് മാർക്സ് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ IELTS എക്സാം എഴുതിയാൽ മിനിമം ഒരു 6.57 എങ്കിലും വേണം. മാക്സിമം 9 ആണെന്ന് തോന്നുന്നു, 9 എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അത്രയും ഹൈ മാർക്ക് വേണം എന്നല്ല, മിനിമം ക്രൈറ്റീരിയ എന്താ അവർക്ക് വേണ്ടത് അത് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. പിന്നെ ഇത്രയായിരുന്നു ആപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവർ സ്ക്രീൻ ചെയ്യും. പിന്നെ ചില കോഴ്സ് പ്രോഗ്രാമിന് അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് ചിലർ വിളിക്കാറുണ്ട്, ചിലർ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ സെലക്ട് ചെയ്യാറുണ്ട്. സോ അത് ഡിപ്പെൻസ് ഓൺ ദി യൂണിവേഴ്സിറ്റി, അവരുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. സോ ബേസിക്കലി വേണ്ടത് IELTS എക്സാമിൻ്റേത്, നമ്മുടെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പ്രൂഫ്. നമുക്ക് നമ്മുടെ ബാച്ചിലേഴ്സ് തീരുമ്പോൾ അപ്ലൈ ചെയ്യണമെന്നില്ല. നമ്മൾ ബാച്ചിലേഴ്സ് കഴിയാറാവുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് കുഴപ്പമില്ല. അവരോട് അപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ലെറ്റർ നമ്മൾ എടുക്കണം, ദാറ്റ് ദിസ് പേഴ്സൺ വിൽ ഗ്രാജുവേറ്റ് ഇൻ ദിസ് ഇയർ എന്ന് വെച്ചാൽ. ഇപ്പോൾ ഒക്ടോബർ ഇൻടേക്ക് ആണെങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം മെയ്യിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ, ഒക്ടോബറിന് മുന്നേ തീരുമെന്നുള്ളൊരു കൺഫർമേഷൻ കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. പിന്നെ മോട്ടിവേഷൻ ലെറ്റർ, പിന്നെ പ്രൊഫസേഴ്സിൻ്റെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. ഇത്രയായിരുന്നു എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ പിന്നെ വിസ പ്രോസസ്സിന് വേണ്ടി വേറെ പല കാര്യങ്ങളും അത് ഇൻക്ലൂഡഡ് ആവും. അതാണ്. ഓക്കെ മാം. അപ്പോ ഈ മോട്ടിവേഷൻ ലെറ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, മോട്ടിവേഷൻ ലെറ്റർ, ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒത്തിരി അധികം സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോ നമ്മുടെ പ്രൊഫൈൽ അതില് ഒരു ടോപ്പ് പ്രൊഫൈൽ ആയാൽ, സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഫൈൽ ആയാലാണല്ലോ നമുക്ക് അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് മാം എങ്ങനെയാണ് ആ മോട്ടിവേഷൻ ലെറ്റർ അതൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തത്? സോ മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറയുന്നത് അത് അവർക്ക് വായിച്ചാൽ മനസ്സിലാവും നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്തതാണോ. ഇപ്പോഴാണെങ്കിൽ ChatGPT ഉണ്ട്, അങ്ങനത്തെ AI ടൂൾസ് ഉണ്ട്. സോ ഇതൊക്കെ പ്ലേഗറിസം, ഇതൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറയുമ്പം അത് ഭയങ്കര കൺവിൻസിങ് ആയിരിക്കണം. ഞാൻ ഇവിടെ ഈ ഒരു ഡിഗ്രിയാണ് പഠിച്ചത്, പക്ഷെ എനിക്ക് ഈ പ്രോഗ്രാം ചെയ്താൽ എനിക്ക് ഇനിയും കുറച്ചും കൂടെ ഇതിലോട്ട് ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആവും. അത് ഭയങ്കര ഹാർട്ട്ഫുൾ ആയിട്ട് നമ്മൾ എഴുതുമ്പം അത് അവർ വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മളൊരു ടോപ്പിൽ നിൽക്കാനുള്ള വേറൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവർ നമ്മുടെ CV നോക്കും. അത് ഞാൻ മിസ് ചെയ്തു പറയാൻ. CV നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ CVയിൽ നമ്മളുടെ എക്സ്പീരിയൻസസ്, റീസെർച്ച് എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇന്റേൺഷിപ്സ് ചെയ്തു. അപ്പം നമുക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഈ മാസ്റ്റേഴ്സിലോട്ട് അപ്ലൈ ചെയ്യാൻ. ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഒരു സ്റ്റഡി ടൈമിൽ വരുവാണെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദാറ്റ് നിങ്ങൾ ആ സമയം കുറച്ചും കൂടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വല്ല യൂണിവേഴ്സിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അവിടുത്തെ ആ റിസർച്ച് എക്സ്പീരിയൻസ് ഒത്തിരി കൗണ്ട് ചെയ്യും.
സോ നമുക്ക് എത്രത്തോളം സ്കിൽസ് നമ്മൾ ഈ ബാച്ചിലേഴ്സിൽ നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്തു, അതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മാർക്സ് നിങ്ങളുടെ ബാച്ചിലേഴ്സിൽ ഭയങ്കര ടോപ്പ് 5 പീപ്പിൾ അല്ലെങ്കിലും ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ഗ്രേഡ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ chances are higher that you can be selected for this program. പിന്നെ എനിക്കറിയാം കുറച്ച് പേരുടെ OGPA ഭയങ്കര ഹൈ അല്ലാത്തവരും പക്ഷെ ഭയങ്കര ഒരു മോട്ടിവേഷനും അവരുടെ കരിക്കുലം വീറ്റിൽ അവർ കാണിച്ചിട്ടുള്ള സ്കിൽസും അവരുടെ എക്സ്പീരിയൻസസും ഒക്കെ വെച്ച് വന്നവരും കുറേ പേരുണ്ടായിരുന്നു എൻ്റെ മാസ്റ്റർ പ്രോഗ്രാമിൽ. സോ അതൊരു നമ്മൾ അത് ഭയങ്കര കൺവിൻസ്ഡ് ആയിരിക്കണം. ഞാൻ ഈ പ്രോഗ്രാം എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് അവരെ നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എഴുതണം. അപ്പം ഞാനൊക്കെ അത് എഴുതിയപ്പം ഞാൻ ഏത് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്ന ആ പ്രോഗ്രാമിനുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും. അപ്പം ഞാൻ അതിനെ പറ്റിയൊക്കെ വായിച്ചിട്ട് ആ പ്രോഗ്രാമിന് ഉള്ള ഒരു രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ലെറ്റർ ആയിരിക്കും ഞാൻ എഴുതുന്നത്. ആ സെയിം സാധനം ഞാൻ ബാക്കി യൂണിവേഴ്സിറ്റിയിലും അയക്കില്ല. സോ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഏത് പ്രോഗ്രാമാണ് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ അതിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് മോട്ടിവേഷൻ ലെറ്റർ ആയിരിക്കണം നമ്മുടെ സൈഡിൽ നിന്നും ആ ഒരു എഫേർട്ട് ഉണ്ടാവണം. പിന്നെ അതല്ലാണ്ട് പോസിബിലിറ്റി ഉള്ളപ്പോഴൊക്കെ ഒരു റീസെർച്ച് സ്കില്ലോ എക്സ്പീരിയൻസോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കണം. അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേണമെന്നില്ല. വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ അവർ ഇന്റേൺ സ്റ്റുഡൻസിനെ എടുക്കാറുണ്ട്. ലൈക്ക് വേൾഡ് വെജിറ്റബിൾ സെന്റർ, തൈവാൻ, അവരൊക്കെ സ്റ്റുഡൻസിന് വേണ്ടി ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ഒരു സമയം നമ്മൾ യൂസ് ചെയ്യണം. അതാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ അപ്ലൈ ചെയ്യുന്ന കോഴ്സിന്റെ ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആണോ നമുക്ക് നാട്ടിൽ വേണ്ടത്, അതോ അങ്ങനെ വല്ല ക്രൈറ്റീരിയാസും ഉണ്ടോ ഈ ഒരു അഡ്മിഷൻ അതാണ് പ്രൊസീജിയറിന്? അതെ, യെസ്. നമ്മൾ റീസെർച്ച് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ കോഴ്സുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണെങ്കിൽ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്കും അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ. പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അഗ്രികൾച്ചർ ബേസ്ഡ് ആകുമ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ മാം, അപ്പോ മാമിന്റെ മാസ്റ്റേഴ്സ് ജർമ്മനിയിൽ ചെയ്തു, അത് കഴിഞ്ഞപ്പോ PhD സ്വിറ്റ്സർലൻഡിലാണല്ലോ ചെയ്യുന്നത്. അപ്പോ അതെങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ ജർമ്മനി ടു സ്വിറ്റ്സർലൻഡ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഓക്കെ, സോ ഞാൻ ബാച്ചിലേഴ്സ് ചെയ്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയപ്പം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പം സയൻറ്റിസ്റ്റ് ആവാൻ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വേണ്ടത്? അപ്പം മാസ്റ്റേഴ്സ് ചെയ്യണം. മാസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏരിയയിൽ, സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പം ഒരു ഏരിയയിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആവണം. അപ്പം അതിനുവേണ്ടി നമ്മളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നു. അപ്പം അതിൽ നമുക്ക് കുറച്ച് സ്പെഷ്യലൈസേഷനും നോളജും കിട്ടുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മളൊരു ഒരു ഇൻഡിവിജ്വൽ റിസർച്ചർ ആവില്ല. ഒരു റിസർച്ചർ ആവുന്നെന്ന് പറയുമ്പം അതിന് നമ്മൾ PhD ചെയ്യണം. PhD എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക് കിട്ടുന്നു. ഇറ്റ് ഡസൻ മാറ്റർ നമ്മൾ എന്ത് ടോപ്പിക്കിലാണ് ചെയ്യുന്നത്, പക്ഷെ ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് അതിനെപ്പറ്റി നമ്മൾ റിസർച്ച് ചെയ്ത് ആ ഒരു ടോപ്പിക്കിൽ തന്നെ ഡീപ്പ് ഡൈവ് ചെയ്യാണ്. അപ്പം ഇറ്റ് ഈസ് എ ട്രെയിനിങ് പ്രോസസ് ഫോർ യു ടു ബി എൻ ഇൻഡിപെൻഡൻറ്റ് റിസർച്ചർ. അപ്പം എനിക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പം എനിക്ക് ഇക്കോളജി ഇൻ ദ സെൻസ് ഇന്ററാക്ഷൻസ് ഓഫ് പ്ലാന്റ് വിത്ത് എൻവയൺമെന്റ്, ആ ഒരു ടോപ്പിക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. എൻ്റെ മാസ്റ്റർ പ്രോഗ്രാമിൽ ഞാൻ ചെയ്തത് കെമിക്കൽ ഇക്കോളജിയാണ്. ബേസിക്കലി സ്റ്റഡിങ് നമ്മുടെ ഇൻസെക്ട്സ് നമ്മുടെ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുമ്പം നമ്മുടെ പ്ലാന്റ്സ് കുറച്ച് വോളറ്റൈൽ കെമിക്കൽസ് റിലീസ് ചെയ്യും. അപ്പം ആ കെമിക്കൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പഠിച്ചു എൻ്റെ മാസ്റ്റേഴ്സിൽ. അതായിരുന്നു എൻ്റെ മേജർ തീസിസ്. എന്നിട്ട് ആ റിലീസ്ഡ് വോളറ്റൈൽസ് കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, കൂടുതൽ ഇൻസെക്ട്സ് അതിനെ ഡാമേജ് ചെയ്യുന്നുണ്ടോ, അതോ പാരസിറ്റോയിഡ് പ്രിഡേറ്റർ ഇന്ററാക്ഷൻ എങ്ങനെയാണ്. സോ എൻ്റെ മാസ്റ്റർ തീസിസിൽ ഞാൻ ഈ ഇന്ററാക്ഷൻസ് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കൺവിൻസ്ഡ് ആയി ഈ ഒരു ഏരിയ എനിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം. പക്ഷേ ഇറ്റ് ഡസൻ മാറ്റർ അത് ഇൻസെക്ട്സിൽ തന്നെ ആവണം, കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഞാൻ മാസ്റ്റേഴ്സ് കഴിയാറായപ്പം നമ്മളിങ്ങനെ
വീണ്ടും തപ്പി നോക്കും. അപ്പം ഇന്റർനെറ്റിൽ കൂടെ നമുക്ക് പല ഓപ്പൺ പൊസിഷൻസ്, PhD പൊസിഷൻസ് കാണും. എന്നിട്ട് ആ പ്രോജക്റ്റ് പബ്ലിഷ് ചെയ്ത ആ പ്രോജക്ട്സ് നമ്മള് അവർ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയയിൽ നമ്മൾ ഫിറ്റ് ആവുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഞാൻ അതിനെ അപ്ലൈ ചെയ്യുമായിരുന്നു. എന്നിട്ട് അങ്ങനെ കുറച്ച് PhD പൊസിഷൻസിൽ ഷോർട്ട് ലിസ്റ്റായി, പിന്നെ അവർ ഇന്റർവ്യൂ ചെയ്ത് പിന്നെ നമ്മളെ എടുക്കുവാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് PhD ചെയ്യണം എന്നുള്ളൊരു വ്യക്തത അപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏതിലാ ചെയ്യുന്നതെന്ന് എനിക്ക് അപ്പം ഐഡിയ ഇല്ല. അപ്പം എന്തൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, ലൈക്ക് പബ്ലിഷ്ഡ് ആയിട്ടുള്ള, അഡ്വർടൈസ്ഡ് ആയിട്ടുള്ള പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനുവേണ്ടി ഞാൻ അപ്ലൈ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓപ്പൺ പൊസിഷനിൽ എനിക്ക് കിട്ടിയതാണ് സ്വിറ്റ്സർലൻഡിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബാസലിൽ ഒരു പ്രോജക്റ്റ്. അപ്പം അങ്ങനെയാണ് ഞാൻ അതിൽ ഷോർട്ട് ലിസ്റ്റായി, സെലക്റ്റായി. പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് മാറി. പിന്നെ യൂറോപ്പിലുള്ള ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എൻറ്റമോളജിയിലാണ് നമ്മുടെ മാസ്റ്റേഴ്സ് ചെയ്തെങ്കിലും അല്ലെങ്കിൽ തീസിസ് ചെയ്തെങ്കിലും അത് തന്നെ ആയിരിക്കണം നമ്മുടെ PhDയിലും കണ്ടിന്യൂ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് അഗ്രോണമിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്രോപ്പ് മോഡലിങ്ങിൽ ചെയ്യാം. ഇഷ്ടമുള്ള ഏത് ഏരിയയിലും നമുക്ക് ഡീവിയേറ്റ് ചെയ്തും ഡൈവേർട്ട് ചെയ്തും പോകാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഇവിടെയുണ്ട്. അത് അപ്പോൾ എൻ്റെ ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് എനിക്ക് യൂറോപ്പിൽ തന്നെ അല്ല, എനിക്ക് US-ലും അപ്ലൈ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാമായിരുന്നു. ബിക്കോസ് ആ ഒരു ഫ്രീഡം ഉണ്ട്. ഏതെങ്കിലും ഒരു പൊസിഷൻ അവർ ഓപ്പൺ ആയിട്ട് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സും അവർക്ക് വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി, ഇതേപോലെ നമ്മളൊരു മോട്ടിവേഷൻ ലെറ്റർ വീണ്ടും അയക്കണം, എന്തുകൊണ്ടാണ് ഞാൻ ഈ PhD പൊസിഷന് സൂട്ട് ആകുന്നതെന്നുള്ളൊരു മോട്ടിവേഷൻ കൺവിൻസിങ് ആയിട്ട് നമ്മൾ എഴുതണം. നമ്മുടെ കരിക്കുലം വായിച്ചാൽ നമ്മുടെ സ്കിൽ സെറ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഹൈലൈറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ മാസ്റ്റേഴ്സിലും ബാച്ചിലേഴ്സിലും നമ്മൾ ചെയ്ത പ്രൊഫസേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ വേണം. സോ ഇത് സെയിം പ്രൊസീജിയർ തന്നെയാണ് PhDക്ക് ഉള്ളത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മോസ്റ്റ് ഓഫ് ദി PhD പൊസിഷൻ ആ പെയ്ഡ്. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഫണ്ടിങ്ങുമായിട്ട് പോകണ്ട. മോസ്റ്റ്ലി അതൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ഒരു എംപ്ലോയർ ആയിട്ട് എടുക്കുമായിരിക്കും. സോ അങ്ങനെ നമുക്ക് പിന്നെ ആ ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം അവിടെ വരില്ല. ബിക്കോസ് മാസ്റ്റേഴ്സ് നമ്മളൊരു പ്രോഗ്രാമിന് സെലക്ട് ആയതിനു ശേഷം നമുക്ക് വിസ പ്രോസസ്സിന് വേണ്ടി നമ്മൾ അവരെ കാണിക്കണം, നമ്മുടെ ബാങ്കിൽ ഇത്രയും അക്കൗണ്ട്, ഇത്രയും പൈസയുണ്ട്, സോ ഐ എം ഏബിൾ ടു ഫണ്ട് മൈ സെൽഫ് എന്നുള്ളത് കാണിക്കണം. പക്ഷെ PhDക്ക് ആ ഒരു ഇതില്ല. പിന്നെ മാം, നമ്മളിപ്പോ PhD പ്രോഗ്രാംസിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണോ, അതോ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സിന് മെയിൽ അയച്ച് അങ്ങനെയാണോ സെലക്ഷൻ? ചിലർ അങ്ങനെ പോകുന്നുണ്ടല്ലോ, കുറെ പ്രൊഫസേഴ്സിന് മെയിൽ അയക്കും, അത് കഴിഞ്ഞ് അവർ ആ മെയിൽസ് ചെക്ക് ചെയ്തിട്ട് അവരുടെ റിസർച്ച് ലാബ്സിൽ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് അതിന്റെ ഒപ്പം PhD ചെയ്ത്, ആ പ്രൊസീജിയർ എങ്ങനെയാണ്, അതൊന്ന് പറഞ്ഞു തരുമോ? ഓക്കെ. സോ PhD നമ്മൾ അപ്ലൈ ചെയ്യുമ്പം പല 3 തരമുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഓൾറെഡി പബ്ലിഷ്ഡ് ആയ ചില പ്രോജക്ട്സ് ഉണ്ടാവും. ബിക്കോസ് പ്രൊഫസേഴ്സ് എല്ലാവരും അവരുടെ റീസെർച്ച് കണ്ടിന്യൂ ചെയ്യാൻ അവർ ഗ്രാൻസ് എഴുതും, പ്രോജക്റ്റ് പ്രപ്പോസൽസ് എഴുതും, എന്നിട്ട് അതൊരു ഫണ്ടിങ് ഏജൻസിയിലായിരിക്കും. എന്നിട്ട് ആ ഫണ്ടിങ് ഏജൻസിക്കാർ അത് അക്സെപ്റ്റ് ചെയ്താൽ ആ പ്രോജക്റ്റ് ഇസ് അവൈലബിൾ. ആ പ്രോജക്റ്റിൽ പിന്നെ നമുക്കൊരു PhD സ്റ്റുഡൻറ്റിനെ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഡോക്കിനെ ഹയർ ചെയ്യാം. സോ അങ്ങനത്തെ പൊസിഷൻസ് അങ്ങനത്തെ പ്രോജക്ട്സ് ഉള്ളപ്പം ആ പ്രൊഫസേഴ്സ് എന്ത് ചെയ്യും, അത് അഡ്വർടൈസ് ചെയ്യും, ആ പൊസിഷൻ അഡ്വർടൈസ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണ്, ഈ ഒരു പൊസിഷൻ എനിക്ക് സൂട്ട് ആവാൻ തോന്നുന്നു, ഞാൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം അപ്ലൈ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. പക്ഷെ അതാണ് വൺ ഓഫ് ദ വേ ഓഫ് ഗെറ്റിംഗ് ഇൻ ടു എ PhD. അപ്പം നമ്മൾ ഭയങ്കര പിക്കി ആവാൻ പാടില്ല. ബിക്കോസ് എന്താണ് പബ്ലിഷ്ഡ് ആയിട്ടുള്ളത്, എന്താണ് അഡ്വർടൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫീൽഡിലെ നമുക്ക് ആ PhD പൊസിഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഉള്ളൊരു വേ ഓഫ് ഗെറ്റിംഗ് ഇൻ ടു PhD ഇസ് വാട്ട് യു മെൻഷൻഡ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫസേഴ്സിൻ്റെ വർക്ക് നമ്മൾ നോക്കിയിട്ട് അവരുടെ ലാബിൽ നമുക്ക് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു താല്പര്യം വന്നിട്ട് നമ്മൾ ആ പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്യും. അവരെ നമ്മൾ പേഴ്സണലായിട്ട് ഇമെയിൽ അയക്കും, that I've read your work and I'm interested to work in this area.
അങ്ങനെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പം ചില പ്രൊഫസേഴ്സ് അതിനെ ഭയങ്കര നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. ചിലർ അവരുടെ തിരക്കിൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ ആ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് ദേ മൈറ്റ് നോട്ട് ആൻസർ യു ബാക്ക്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ലൈക്ക് നമ്മൾ ഒരു പ്രൊഫസറിനോട് മെയിൽ അയച്ച് അദ്ദേഹത്തിൻ്റെ ലാബിൽ നമുക്ക് വർക്ക് ചെയ്യണം, ഒന്ന് അവിടെ PhD ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറയുമ്പോൾ അവർ അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് നമുക്ക് ലേ ഡൗൺ ചെയ്ത് തരും. അവർ പറയും ഫസ്റ്റ് യു ജോയിൻ ആസ് എൻ ഇന്റേൺ, എന്നിട്ട് വി വിൽ ഫിഗർ ഔട്ട് എങ്ങനെയാണ് ഫണ്ടിങ്ങിൻ്റെ കാര്യം നോക്കണ്ടേന്ന്. അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ട്. ചില പ്രൊഫസേഴ്സ് പറയും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫണ്ടിങ് ഇല്ല, പക്ഷേ ഇഫ് യു ക്യാൻ ബ്രിങ് എ ഫണ്ടിങ് ഐ എം ഹാപ്പി ടു ഹോസ്റ്റ് യു, അങ്ങനെ പറയുന്നവരുണ്ട്. ചിലപ്പം ചില പ്രൊഫസേഴ്സ് പറയും ഓക്കെ ഐ എം ഓൾസോ കൺവിൻസ് ദാറ്റ് യു ക്യാൻ ഡു ദിസ്, ഐ ഹാവ് എൻ ഐഡിയ, ഇതാണ് എൻ്റെ പ്രോജക്റ്റ്, സോ ലെറ്റ്സ് റൈറ്റ് ദിസ് പ്രോജക്റ്റ് ടുഗെദർ. സോ അതൊരു പ്രൊഫസറും ആ സ്റ്റുഡൻറ്റും കൂടെ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ പോസിബിലിറ്റീസിലാണ് അവരെ ഹയർ ചെയ്യാൻ പറ്റുന്ന PhDക്ക്, അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യും. മൂന്നാമത്തേന്ന് പറയുന്നത് സ്കോളർഷിപ്പ്. നമ്മൾ ഇപ്പം ഇന്ത്യയിലുള്ളപ്പം ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ PhD ചെയ്യണമെങ്കിൽ ഡാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ജർമ്മൻ അക്കാഡമിക് സിസ്റ്റത്തിൽ ഉള്ളതാണ്. സോ it promotes people from other countries to come to Germany and work as PhD students or postdoc students. പക്ഷെ അതിനൊരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ട്. നമുക്കൊരു ഹോസ്റ്റ് യൂണിവേഴ്സിറ്റി വേണം. സോ നമ്മൾ അപ്പോഴും ഒരു പ്രൊഫസറുമായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്കിവിടെ ചെയ്യണം എന്നുണ്ട്, ഇതാണ് എൻ്റെ ഐഡിയ, സോ യു ഹാവ് ടു ഡിസ്കസ് എന്താണ് നമ്മുടെ പ്രോജക്റ്റ് പ്ലാൻ. എന്നിട്ട് ആ പ്രോജക്റ്റിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ഈ ഫണ്ടിങ് ഓർഗനൈസേഷൻസിനോട് അപ്രോച്ച് ചെയ്യുന്നു. കിട്ടിയാൽ ആ സ്കോളർഷിപ്പിൽ നമുക്ക് PhD ആ പ്രൊഫസറുമായിട്ടോ അല്ലെങ്കിൽ ആ ലാബോ യൂണിവേഴ്സിറ്റിയായിട്ടോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ വൺ വേ ഈസ് അപ്ലൈയിങ് ഫോർ ഓൾറെഡി പബ്ലിഷ്ഡ് പൊസിഷൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലി പ്രൊഫസേഴ്സിനെ മെയിൽ ചെയ്ത് ചോദിക്കുന്നു, അപ്പോൾ അവരുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അവർ പറയുന്നു. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫണ്ടിങ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അത് ചിലതിന് പ്രൊഫസറിൻ്റെ സപ്പോർട്ട് വേണം, ചിലതിന് സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഓൾറെഡി ഫണ്ടിങ് കിട്ടും. ആ ഫണ്ടിങ് കിട്ടിയിട്ട് വി ക്യാൻ അപ്രോച്ച് ടു പ്രൊഫസേഴ്സ്. സോ ഇങ്ങനെ 3 ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ മാം. അപ്പൊ നമ്മുടെ ഈ മാസ്റ്റേഴ്സും PhD ഒക്കെ ഈ അബ്രോഡ് പഠിക്കാനായിട്ട് ഇപ്പൊ മാം പഠിച്ചപ്പോഴാണെങ്കിലും അതിന്റെയൊക്കെ ഫീസ്, കോഴ്സിന്റെ ഫീസ് ഒക്കെ എത്രയാ വരുന്നത്? അതേപോലെ നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും? അത് നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതോ അവിടെ ചെന്നിട്ടാണോ അപ്ലൈ ചെയ്യേണ്ടത്? ഏതൊക്കെ സ്കോളർഷിപ്സ് ആണ്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? സോ ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോയപ്പം എനിക്ക് അത്രയും സ്കോളർഷിപ്സ് ഓപ്ഷൻസ് ഉണ്ടെന്ന് അന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്തായാലും അപ്ലൈ ചെയ്തു, കിട്ടി. പിന്നെ ജർമ്മനിയിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് വളരെ വളരെ കുറവാണ്. അപ്പം നമുക്ക് ഒരു സെമിസ്റ്ററിൻ്റെ ഫീസ് 15,000 റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്താൽ 15,000 to 30,000 റുപ്പീസിലേ വരുന്നുള്ളൂ. പിന്നെ അവിടെ എക്സ്പെൻസ് എന്തിനാ വരുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ റെൻറ്റ്, അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ്, ഫുഡ്, പിന്നെ ട്രാവലിംഗ് കോസ്റ്റ്, ഇങ്ങനത്തെ ഇതിനൊക്കെയാണ് എക്സ്പെൻസസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് നമ്മൾ ജർമ്മനിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ വിസ പ്രോസസ്സിന് നമ്മളൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് 11,000 euros പെർ ഇയർ നമ്മൾ കാണിക്കണം. അപ്പം എൻ്റെ സമയത്ത് അത് 8,000 ആയിരുന്നു. അപ്പം ആ സമയത്ത് എഡ്യൂക്കേഷണൽ ലോൺ എടുത്ത് ഞാൻ അങ്ങനെയാണ് കാണിച്ചത്, ലൈക്ക് ഇതെൻ്റെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ്. പക്ഷെ ആ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അഷ്യൂറൻസ് കൊടുക്കാൻ ദാറ്റ് ഈ കുട്ടിയുടെ കയ്യിൽ ഇത്രയും കാശുണ്ട്, സോ ഹി ഓർ ഷീ വിൽ ബി ഏബിൾ ടു സർവൈവ് ഹിയർ. പക്ഷെ നമ്മൾ വൺസ് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പല സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടാവും. സോ അതിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 3,000 euro 5,000 euro ഡിപ്പെൻഡിങ് ഓൺ എന്താ സ്കോളർഷിപ്പ്, അങ്ങനത്തെ സ്കോളർഷിപ്പ് ഫണ്ടിങ്സ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ അല്ലാണ്ട് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് മാസ്റ്റേഴ്സിൽ മൺഡേ ടു ഫ്രൈഡേ ഫുൾ ഡേ ക്ലാസ് അല്ല. നമുക്ക് കുറച്ച് ക്ലാസ്സസ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം, ഒരു സെമിസ്റ്ററിൽ എത്ര കോഴ്സ് നമ്മൾ എടുക്കണം. അപ്പം എല്ലാ ദിവസവും മോർണിംഗ് 8 to 5 സ്റ്റഡീസ് ക്ലാസ്സസ് മാത്രമായിരിക്കില്ല. സോ നമുക്ക് ആ ഫ്രീ ടൈം ഉള്ളപ്പം യു ക്യാൻ വർക്ക് ആസ് എ പാർട്ട് ടൈം ഹെൽപ്പർ ഇൻ ദി യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓഫ് യൂണിവേഴ്സിറ്റി. അത് നമ്മൾ അവിടെ ചെന്നിട്ടുള്ള പോസിബിലിറ്റീസ് എങ്ങനെയാണെന്നൊക്കെ നോക്കി
അപ്പം ബേസിക്കലി വൺസ് യു എൻറ്റർ യു ഫിഗർ ഔട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്തൊക്കെ സപ്പോർട്ട് തരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അല്ലാണ്ടുള്ള നമ്മൾ എത്തുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വേറെ ഇറാസ്മസ് മുണ്ടസ്, യൂറോപ്പിലെ പെർട്ടിക്കുലറായിട്ട് ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം, ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് ആ യൂണിവേഴ്സിറ്റി ആ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റിൽ ചെന്നിട്ട് അവർക്കൊരു പെർട്ടിക്കുലർ കോഴ്സസ് ഉണ്ടാവും വിത്ത് കൊളാബറേഷൻ വിത്ത് മെനി യൂണിവേഴ്സിറ്റീസ്. സോ അങ്ങനത്തെ ഏത് കോഴ്സ് ആയിരിക്കും നമ്മൾക്കുമായിട്ട് നമ്മൾ അതിൽ എലിജിബിൾ ആവുന്നതെന്ന് നോക്കിയിട്ട് അതിന് വേണ്ടി അപ്ലൈ ചെയ്യണം. സോ അത് ക്രാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഇറാസ്മസ് മുണ്ടസ് പ്രോഗ്രാം അവരുടെ സ്കോളർഷിപ്പ് കിട്ടും. അതെന്ന് പറയുന്നത് നമുക്ക് മാസം ഒരു 1000 euros പെർ മന്ത് അവർ ഇങ്ങോട്ട് തരും. പക്ഷെ അതൊരു വളരെ കോമ്പറ്റീറ്റീവ് സ്കോളർഷിപ്പാണ്. അപ്പം അതിന് വളരെ നന്നായിട്ട് നമ്മൾ മോട്ടിവേഷനും ലെറ്ററും എല്ലാം പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല നമ്മുടെ ബാച്ചിലേഴ്സിലുള്ള മാർക്സും വളരെ ഹൈ ആയിരിക്കണം. ബിക്കോസ് എല്ലാ ടോപ്പ് ക്രീം ഓഫ് ദ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. അല്ലാത്ത വേറെ സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ ഞാൻ ജർമ്മനിയിലായിരുന്നപ്പം എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇറാസ്മസ് പ്രോഗ്രാം ആയിരുന്നു മോസ്റ്റ്ലി അവിടെ വന്നിട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ വന്ന സ്റ്റുഡൻസ് ഒക്കെ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെയായിരുന്നു വന്നത്. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്കോളർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് എനിക്കിപ്പോൾ അറിയാവുന്നത് ഇറാസ്മസ് മുണ്ടസ് ഫോർ യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് ആണ്. പിന്നെ ഡാഡിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ PhD പോസ്റ്റ് ഡോക്കിനൊക്കെ അവരും സ്കോളർഷിപ്സ് ഓഫർ ചെയ്യാറുണ്ട്. പിന്നെ മാം, നമ്മുടെ ഇപ്പോ ടീച്ചിങ് ആൻഡ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഇന്ത്യയിലെയും എബ്രോഡും ഡിഫറെന്റ് ആണെന്ന് അറിയാലോ നമുക്ക്. ഇന്ത്യയിലെ എക്സാംസിനെ ബേസ് ചെയ്താണ്, എബ്രോഡ് മോസ്റ്റ്ലി അസൈൻമെന്റ്സ് അങ്ങനെയുള്ള ഇതുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോ ആ ചേഞ്ചസ് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു? മാമിന് എങ്ങനെയായിരുന്നു അവിടെ എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി നമ്മൾ നാട്ടിൽ നിന്ന്. ബിക്കോസ് നമ്മുടെ ബാച്ചിലർ പ്രോഗ്രാം ICRന്റെ ഗൈഡ് ലൈൻസിലുള്ള പ്രോഗ്രാം വളരെ ഇൻറ്റൻസ് ആണെങ്കിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു സെമിസ്റ്ററിൽ തന്നെ നമുക്ക് 11 സബ്ജക്ട്സ് എക്സാം ഒക്കെ എഴുതാനുള്ളതുകൊണ്ട് എനിക്ക് ആ ട്രാൻസിഷൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. ഒരു ഡിഫിക്കൽട്ടി തോന്നിയത് എന്തെന്ന് വെച്ചാൽ നമ്മൾ തിയറി കൂടുതൽ നാട്ടിൽ പഠിച്ചു, പക്ഷെ ഇവിടെ ചെന്നപ്പം കൂടുതലും അതിനെ എങ്ങനെ അപ്ലൈഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഇതായിരുന്നു. പിന്നെ എക്സാം വരുമ്പോഴൊക്കെ നമ്മൾ ഒരു പേജ് 2 പേജ് ആൻസർ ലോങ് എസ്സേസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇത്രയും സ്പേസേ കാണുള്ളൂ. ഒരു ക്വസ്റ്റ്യന് ചില എക്സാംസ് റിട്ടൺ ആയിരിക്കും, ചില എക്സാംസ് ഓറൽ ആയിട്ടായിരിക്കും, ചിലതിന് അസൈൻമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി യൂണിവേഴ്സിറ്റീസ്. പക്ഷെ റിട്ടൺ എക്സാംസിനൊക്കെ അവർ ഇത്രയും സ്പേസേ തരുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഉള്ള മെയിൻ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അപ്പം വളരെ ഒരു ഇൻട്രസ്റ്റ്, അവരെയൊക്കെ ഭയങ്കര ഒരു പാഷനിലാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ആ സബ്ജക്റ്റിനോട് കുറച്ചും കൂടി ഒരു അപ്ലൈഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് അവർ തരും. പിന്നെ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് പ്രാക്ടിക്കൽസും ഇൻവോൾവ് ആയിരിക്കും. അപ്പം നമ്മൾ ലാബിൽ ഈ DNA എക്സ്ട്രാക്ഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചെങ്കിലും ഞാനൊക്കെ എൻ്റെ ബാച്ചിലേഴ്സിൽ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മാസ്റ്റേഴ്സിൽ പഠിച്ചപ്പം പ്രാക്ടിക്കൽ കോഴ്സസിൽ നമ്മൾ അതൊക്കെ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത പ്രോഗ്രാം ക്രോപ്പ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഗോട്ടിംഗനിൽ അത്
പാർട്ട്ലി ഇൻഡസ്ട്രി പാർട്ട്ലി യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബയോ ക്രോപ്പ് സയൻസ്, BASF, അങ്ങനെ പല അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻഡസ്ട്രീസിലോട്ടൊക്കെ അവർ നമ്മളെ ഫീൽഡ് വിസിറ്റിനായിട്ട് നമ്മളെ കൊണ്ടുപോകും. പിന്നെ നമുക്കൊരു കമ്പൽസറി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. സോ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ വേറെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വല്ലതും നമുക്ക് വർക്ക് ചെയ്യാനാണ്. സോ ഭയങ്കര ഒരു അപ്ലൈഡ് പ്രോഗ്രാം ആയിരുന്നു. സോ അത് നമ്മൾ നോക്കണം, നമ്മുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്താണ്, ആ കോഴ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് അതിൽ കൂടെ കിട്ടുന്നത്, ഇതൊക്കെ നമ്മൾ ആ കോഴ്സ് ഡിസ്ക്രിപ്ഷനിൽ കൂടെ വായിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അവരുടെ ഒരു ലിസ്റ്റ്, അവരെ പറ്റി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോട്ടിങ്ങനിൽ പഠിക്കുന്ന കുറച്ച് പേരെ ലിങ്ക്ഡിനിൽ നമുക്ക് കാണാം, അവരോട് നമുക്ക് മെസ്സേജ് ചെയ്യാം, അങ്ങനെയൊക്കെ സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ നന്നായി പഠിച്ച് തിയറി നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അത് നമ്മൾ കുറച്ചും കൂടെ ആ സബ്ജക്റ്റിനോട് നമുക്കറിയാം, പക്ഷെ കുറച്ചും കൂടെ ഒരു എഫേർട്ട് ഇടണം. ആൻഡ് നമ്മൾ ടു ദ പോയിന്റ് എഴുതാനായിട്ട് പഠിക്കണം. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, അതൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മാം, പിന്നെ നമുക്കിപ്പോ മാസ്റ്റേഴ്സും PhD ഒക്കെ അഗ്രികൾച്ചറിൽ ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഏത് മേഖലയിലായിരിക്കും നമുക്ക് യെസ് ജോലിയൊക്കെ കിട്ടുക? അതെങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുക? അതൊക്കെ ഒന്ന് പറയാമോ? യെസ് സോ യൂറോപ്പിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് ഞാൻ മൊത്തത്തിൽ പറയില്ല, പക്ഷെ നമ്മൾ റിസർച്ചിലല്ല നിൽക്കാൻ താല്പര്യം, നമുക്ക് സയൻറ്റിസ്റ്റ് അല്ല നമ്മളുടെ എയിം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫസർ ആവണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ലീഡർ ആവണം ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്, അതല്ല നമ്മുടെ ആഗ്രഹമെങ്കിൽ നമുക്കൊരു ജോബ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മാസ്റ്റേഴ്സ് എനിക്ക് ഇൻഡസ്ട്രിയിലോട്ട് പോകണം, എനിക്കത് വർക്ക് ചെയ്യണം, അഗ്രികൾച്ചർ കമ്പനിയിൽ വർക്ക് ചെയ്യണം അതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ലാംഗ്വേജും പഠിക്കാൻ. ബിക്കോസ് യൂറോപ്പിൽ ഇങ്ങനത്തെ ഇൻഡസ്ട്രി ജോബ്സ് ഒക്കെ വരുമ്പം ആഫ്റ്റർ മാസ്റ്റേഴ്സ് നമ്മളെ എക്സ്പെക്ട് ചെയ്യും നമ്മൾ ഫീൽഡിൽ പോയി ഫാമേഴ്സുമായിട്ട് സംസാരിക്കാനും, അല്ലെങ്കിൽ കമ്പനി തന്നെ നിൽക്കുവാണെങ്കിലും അതിൻ്റെ ബ്യൂറോക്രസി പ്രോട്ടോക്കോളിലെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ യൂറോപ്പ് മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മൾ അത് ഭയങ്കര വില്ലിങ് ആയിരിക്കണം അവരുടെ ലാംഗ്വേജ് പഠിക്കാനും മനസ്സിലാക്കാനും. ഭയങ്കര ഫ്ലുവൻ്റ് ആവണം എന്നല്ല, പക്ഷെ ഒരു സർട്ടൻ ലെവൽ ഓഫ് അവയർനെസ് ഉണ്ടാവണം. സോ അങ്ങനെ ആ ഒരു ഇപ്പം ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ അറിഞ്ഞിരുന്നാൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ജോബ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷെ എൻ്റെ കൂടെ പഠിച്ചതിൽ കുറച്ച് പേര്, ഹാഫ് ഓഫ് ദ പീപ്പിൾ വെൻ ടു ഇൻഡസ്ട്രീസ്, പക്ഷെ അവരെല്ലാം നന്നായിട്ട് ജർമ്മനൊക്കെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്തതിൻ്റെ കൂടെ അവർ ജർമ്മൻ സ്കിൽസും ഡെവലപ്പ് ചെയ്തായിരുന്നു. അവർ അതിനുവേണ്ടിയും എഫേർട്ട് ഇട്ട് പഠിച്ചായിരുന്നു. അവരൊക്കെ ഓസ്ട്രിയ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ജർമ്മനി ഇവിടെയൊക്കെ ഇത് ചെയ്യുന്നു, ജോബായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇൻ അഗ്രികൾച്ചർ ബേസ്ഡ് കമ്പനീസിൽ. പിന്നെ ഇപ്പൊ മാം, നമ്മൾ അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് ജർമ്മനിയിൽ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ഒക്കെ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് അത് ഏതൊക്കെയാണെന്നൊരു ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാമോ? സോ ജർമ്മനിയിലാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി ഇതിൽ ഞാൻ അങ്ങനെ നോക്കാറില്ല. ബിക്കോസ് ഇവൻച്വലി ജോബിന് വരുമ്പോഴത്തേക്കും, നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും അവർ നമ്മുടെ സ്കിൽസിനെയാണ് കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. പിന്നെ യൂറോപ്പിലുള്ള മിക്ക യൂണിവേഴ്സിറ്റീസും ടോപ്പ് 500 300 അകത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പം I wouldn't say go for the best university, but go and look for the best course. ഒരാൾക്ക് അഗ്രികൾച്ചർ എക്കണോമിക്സിലായിരിക്കും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ്, അതിൽ ഫ്ലറിഷ് ചെയ്യാനായിരിക്കും. അങ്ങനെയുള്ളവർ ആ ടോപ്പിക്കിലോട്ട് പോകണം. അല്ലാണ്ട് ക്രോപ്പ് പ്രൊട്ടക്ഷൻ, എൻറ്റമോളജി, പെത്തോളജി ഇഷ്ടമുള്ളവർ അങ്ങനത്തെ ഫീൽഡിൽ പോകണം. സോ യൂണിവേഴ്സിറ്റി ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എനിക്ക് ജർമ്മനിയിലാണെങ്കിൽ ഹോൺഹൈം എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചറിന് അഗ്രികൾച്ചർ മാത്രമേ അവിടെ പഠിപ്പിക്കത്തുള്ളൂ. സോ അതൊരു നല്ല യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോട്ടിങ്ങൻ, അവർക്കും നല്ല പ്രോഗ്രാംസ് ഉണ്ട്. വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്.
പിന്നെ TUM മ്യൂണിക് അവർക്ക് ഇപ്പം ഒരു ലാസ്റ്റ് കുറച്ച് നാൾ മുന്നേ അവരൊരു എന്താ പ്ലാന്റ് സയൻസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. സോ TUM ഇസ് ഓൾസോ വെരി റെപ്യൂട്ടഡ്. പക്ഷെ അങ്ങനെ അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതാണ് മെയിൻ ഫോക്കസ്. പക്ഷെ കോഴ്സ് നോക്കുക, കോഴ്സ് എങ്ങനെയാ, അതിൻ്റെ ഒരു എന്താ പ്രോസ്പെക്ട്സ് എന്താ, ഇതായിരിക്കും മെയിൻ. പിന്നെ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബോൺ അഗ്രികൾച്ചർ എക്കണോമിക്സിനൊക്കെ ഭയങ്കര ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. സോ ഇങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് നല്ലത് നമ്മുടെ കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നല്ലത് എന്ന് സെർച്ച് ചെയ്ത് പോകുന്നതാണ് നല്ലത്. സ്വിറ്റ്സർലൻഡിൽ വരുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബാസൽ, ETH സ്യൂറിക്, യൂണിവേഴ്സിറ്റി ഓഫ് സ്യൂറിക്, ഈ 3 യൂണിവേഴ്സിറ്റീസ് ആണ് ടോപ്പായിട്ടുള്ളത്. പക്ഷെ ഞാൻ വേറെ ഒരു സജഷൻ പറയുന്നത് വെച്ചാൽ മാസ്റ്റേഴ്സ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഓൾ ഓവർ ദ വേൾഡിലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, ടോപ്പ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അതിൽ ലിസ്റ്റഡ് ആണ്. എന്നിട്ട് അതിലോട്ട് ചെന്നിട്ട് നമ്മൾ നോക്കണം ഏത് കോഴ്സാണ് നല്ലത്. പിന്നെ അതിൻ്റെ ഒരു റാങ്കിങ്ങും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ വെബ്സൈറ്റിൽ തന്നെ യൂണിവേഴ്സിറ്റി റാങ്കിങ് അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഒരു പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ ആ ഒരു വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷൻ ഒരു എൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം അഗ്രി ഗുരുവിന് വേണ്ടി സ്പെൻഡ് ചെയ്ത അനൂപ മാമിന് അഗ്രി ഗുരുവിന്റെ പേരിൽ ബിഗ് താങ്ക് യു. My pleasure. It was very nice to talk to you. ഓക്കെ, താങ്ക് യു മാം.